Okay, good morning, dears. All of you mark your attendance. Mark your attendance. Please mark your attendance. Don't forget it. നിങ്ങൾ അറ്റൻഡൻസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചധികം കുട്ടികളിലുകൊണ്ട് കൃത്യമായ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ആ ക്വസ്റ്റ്യൻ ആൻസർ തന്നില്ല കേട്ടോ. തരാം. നമ്മുടെ 13ാമത്തെ ലെസൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13ാമത്തെ ലെസൺ എന്താണ് പേര്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കിളിക്കൂട് എന്ന ഒരു ലെസൺ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. കിളിക്കൂട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷികളുടെ കൂടിനെ കുറിച്ചൊക്കെ നമ്മൾ കാണാത്തവരാരും ഇല്ല എന്നൊക്കെ പറഞ്ഞു അല്ലെ. നമുക്ക് ശ്രദ്ധിക്കോ മക്കളെ. പേജ് നമ്പർ 52. പേജ് നമ്പർ 52 എടുക്കുക കേട്ടോ. വായിക്കാം, ശ്രദ്ധിക്കാം. പൊന്നും ചുണ്ടിൽ ചുള്ളിയുമായി പോകുവതെങ്ങൻ പൊൻകുരുവി, കാട്ടിൽ ചുള്ളികൾ തേടുന്നേൻ കൂടുകൾ തീർപ്പാൻ മാവിന്മേൽ, അച്ചെറുകൂട്ടിൽ കൂട്ടിനായി കൊച്ചു കിടാങ്ങൾ നിനക്കുണ്ടോ, അരിമയോടഞ്ചാറോമനകൾ ചിറകുമുളയ്ക്കാതുണ്ടല്ലോ, കുരുവി നിന്നെ കാണാകിൽ കരയുകയില്ലേ കൺമണികൾ, സത്യം കുഞ്ഞെ പോകുന്നേൻ സമയം വെറുതെ കളയാതെ, കൂടുതൽ പിന്നെ കാണുമ്പോൾ കൂടതിലെത്താൻ വൈകിപ്പോയി. അപ്പൊ കിളിക്കൂടിന്റെ കിളികളുടെ കാര്യം പറഞ്ഞു. നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ഇതൊരു സംഭാഷണ രൂപത്തിലാണ് ഈ കവിത പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. കുട്ടി കിളിയുമായിട്ട് സംസാരിക്കുന്ന രൂപത്തിൽ അല്ലെ. അപ്പൊ എന്താ കുട്ടി ചോദിക്കുന്നത് കിളിയോട്? പൊന്നും ചുണ്ടിൽ ചുള്ളിയുമായി പോകുവതെങ്ങൻ പൊൻകുരുവി. പോകുവതെങ്ങൻ, പോകുന്നത് എങ്ങോട്ടാണ് പൊൻകുരുവി അല്ലെ. പൊന്നും ചുണ്ടില്, ചുണ്ടറിയാലോ നിങ്ങൾക്ക് അല്ലെ. പക്ഷിയുടെ ചുണ്ടിന്റെ പൊന്നും ചുണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ടാ പോവുക അല്ലെ പക്ഷികൾ. ചുള്ളിയുമായി, ചുള്ളി കമ്പി. പോകുവതെങ്ങൻ പൊൻകുരുവി, നീ എങ്ങോട്ടാണ് പോകുന്നത്? കാട്ടിൽ ചുള്ളികൾ തേടുന്നേൻ കൂടുകൾ തീർപ്പാൻ മാവിന്മേൽ അല്ലെ. കാട്ടില് ചുള്ളികൾ തേടിപ്പോയാണ്. എന്തിനാണ്? കൂട്, മാവിൻ കൊമ്പത്ത് കൂട് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അച്ചെറുകൂട്ടിൽ. അപ്പൊ കുട്ടി ആദ്യം ചോദിക്കാൻ എന്ത്? അച്ചെറുകൂട്ടിൽ, ആ ചെറിയ കൂട്ടിൽ, കൂട്ടിനായി, നിനക്ക് കൂട്ടിനായിട്ട് കൊച്ചു കിടാങ്ങൾ നിനക്കുണ്ടോ. അപ്പൊ കൊച്ചു കിടാങ്ങളെ, കൊച്ചു കുട്ടികൾ നിനക്ക് അവിടെ ഉണ്ടോ കൂട്ടിന്? നിനക്ക് കുഞ്ഞു മക്കളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറയുന്നേ? അരിമയോടഞ്ചാറോമനകൾ. അരിമ, നമ്മളെന്താ മീനിങ് പറഞ്ഞത്? അരിമ. എന്താ പറഞ്ഞത്? അരിമ. അരിമ എന്നൊരു ബന്ധം പോലെ അല്ലെ. അരിമ ഓമനത്തം അല്ലെ. ഓമനത്തമുള്ള കുട്ടിയുണ്ടോ, അതായത് കുഞ്ഞുമക്കളെല്ലാം ഓമനത്തമുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അരിമയോടഞ്ചാറോമനകൾ ചിറകുമുളയ്ക്കാതുണ്ടല്ലോ. അപ്പൊ അരിമയോടുള്ള, ഓമനത്തമുള്ള എങ്ങനെ 5 ഓമനകള്, എനിക്ക് ചിറകുമുളക്കാത്ത 5 ഓമനകള്, ഓമനത്തമുള്ള 5 ഓമനകള് എനിക്ക് എന്റെ കൂട്ടില് വന്നു. കുരുവി നിന്നെ കാണാകിൽ കരയുകയില്ലേ കൺമണികൾ. അപ്പൊ എന്താ ചോദിക്കുന്ന കുട്ടി? കുരുവി നിന്നെ കാണാതിരുന്നാല് കൺമണികളെ, നിന്റെ മക്കളിന് കരയില്ലേ എന്ന് ചോദിച്ചു. സത്യം കുഞ്ഞെ പോകുന്നേൻ സമയം വെറുതെ കളയാതെ. അപ്പൊ എന്താ പറയുന്നേ? ആ സത്യാണ്, എന്റെ മക്കൾ എന്നെ കാണാതെ കരയുന്നുണ്ടാവും. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു? സമയം വെറുതെ കളയാതെ, വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ ഞാൻ എന്താ പോവാണെന്ന് പറഞ്ഞു. കൂടുതൽ പിന്നെ കാണുമ്പോൾ
കൂടുതലെത്താൻ വൈകിപ്പോയി. കൂടുതൽ തന്നെ ഇവിടെ നിന്നിട്ട് കണ്ടുകൊണ്ടിരുന്നാല് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നാല് എനിക്കെന്ത് കൂടിലേക്ക് എത്താൻ ഞാൻ വൈകിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മാവിന്മേല് വലിയ കൂട് നിൽക്കുന്നതിനായി ചുള്ളിയുമായി പോകുന്ന കുരുവിയോടാണ് കുട്ടിയുടെ ചോദ്യം അല്ലെ. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, കുട്ടിയും കുരുവിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യം തന്നെ ചോദിക്കുന്നത് മാവിന്മേല് കൂടുണ്ടാക്കാൻ വേണ്ടി ചുള്ളുകൾ കേൾക്കുന്ന കുരുവിയോടാണ് ഇവിടെ സംസാരിക്കുന്നത്. ചിറകു മുളയ്ക്കാത്ത 5-6 കുഞ്ഞുങ്ങള് എന്റെ കൂട്ടിലുണ്ട് അല്ലെ. അതിനാൽ തിരിച്ചു പോകാൻ കുരുവി എന്ത് ചെയ്യുന്നു? തിരക്ക് കൂട്ടുന്നു, തിടുക്കപ്പെടുന്നു അല്ലെ, തിരക്ക് കൂട്ടുന്നു. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്, അവര് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം. അതിൽ നമ്മൾ പറഞ്ഞതില് എന്തൊക്കെ മീനിങ് പറഞ്ഞു? കിടാവ് കുട്ടി, ചുള്ളി കമ്പ്, അരിമ ഓമനത്തമുള്ള അല്ലെ. ഓമനത്തം, അരിമ, ഓമന, ഇത്രയാണ് അതില് വേർഡ് മീനിങ്. പദം പരിചയപ്പെടാം എന്നുള്ളതിൽ ഉള്ള വാക്ക് 3 വേർഡ്സ് ആയിട്ടുള്ളത് അല്ലെ. അരിമ, കിടാവ്, ചുള്ളി. മക്കളെ ഒരു മിനിറ്റ്. കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പദം പരിചയപ്പെടുക എന്നുള്ളതില് 3 വേർഡ്, 3 പദങ്ങളാണുള്ളത്. ഏതൊക്കെ? അരിമ. എന്താ അരിമ മീനിങ്? എന്റെ ആരും തുറന്ന് പറയാത്തെ? എല്ലാവർക്കും അറിയാം, പറയുന്നില്ല. ഓമനത്തം അല്ലെ, ഓമനത്തം. നെക്സ്റ്റ് കിടാവ്. എന്താണ് മീനിങ് കിടാവ്? കുട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. ചുള്ളി. ചുള്ളി എന്താ പറഞ്ഞ മിസ്? കമ്പ്. അപ്പൊ 3 എണ്ണാണുള്ളത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് രണ്ടാമത്തത് ഉത്തരം കണ്ടെത്താം അല്ലെ. എന്താണ് ഫസ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. കുട്ടി ആരോടാണ്, വായിച്ചു നോക്കണേ മക്കള്, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കുട്ടി ആരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ആരോടാണ്? വെരി ഗുഡ്. കുട്ടി കുരുവിയോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെ. കുട്ടി കുരുവിയോടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, കുട്ടി കുരുവിയോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുരുവി ചുള്ളി തേടുന്നത് എന്തിന്? എന്തിനാണ്? മാവിന്മേൽ കൂട് തീർക്കാൻ. മാവിന്മേല് കുരുവി ചുള്ളി തേടുന്നത് മാവിന്മേൽ കൂടുണ്ടാക്കാനാണ് അല്ലെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായില്ലേ? കുരുവി കൂടുണ്ടാക്കാനാണ് ചുള്ളി തേടുന്നത് അല്ലെ. നെക്സ്റ്റ്, കുരുവിയുടെ കൂട്ടിൽ ആരാണുള്ളത്? ആരാണുള്ളത് കുരുവിയുടെ കൂട്ടില്? മുളയ്ക്കാത്ത 5 കുഞ്ഞുങ്ങൾ. ഓക്കെ, കുരുവിയുടെ കൂട്ടിൽ 5-6 ചിറകു മുളക്കാത്ത കുരുവി കുഞ്ഞുങ്ങളാണ് ഉള്ളത് അല്ലെ. അതാണ് കുരുവിയുടെ കൂട്ടിൽ 5-6 കുരുവി കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, കുരുവിയെ കാണായിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കുരുവിയെ കാണായെങ്കിൽ കുഞ്ഞുങ്ങള് കരയും അല്ലെ. സിമ്പിളായ കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ. അത്രയാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഉള്ളത് അല്ലെ. നെക്സ്റ്റ് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയേ മക്കള്. മാതൃക പോലെ വാക്കുകൾ മാറ്റി എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം അല്ലെ. തീർപ്പാൻ, തീർപ്പാൻ. ഗ്രൂപ്പിലിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഡിക്റ്റേഷൻ ഇന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഗ്രൂപ്പിലിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല മിസ്സേ.
ആ ഗ്രൂപ്പിലിട്ട് തരണോ? ഇംഗ്ലീഷ് തരണോ അല്ലേ? അതെ. എന്നിട്ട് അത് തന്നെ നിങ്ങൾക്ക് ഒരു സാധനം തന്നു, എന്നിട്ട് അത് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് അത് തന്നെ എക്സാം ഇട്ടിട്ട് എന്താ കാര്യമുള്ളത്? ബൈഹാർട്ട് പഠിക്കൂലേ നമ്മളത്? ശരിക്കും പറഞ്ഞ മിസ്സിന് അക്കാര്യത്തിനോട് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഗ്രൂപ്പ് എടുക്കുന്നത്. നമ്മള് ഇത്രപ്പേരം നിങ്ങൾ തിന്നു, എന്നിട്ട് തിന്നിട്ട് നമ്മള് ചെയ്തിട്ട് വല്ല കാര്യമില്ല അല്ലേ? ഉണ്ടോ? കുറച്ചധികം നിങ്ങൾ പഠിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കിയിട്ട് ഡിക്റ്റേഷൻ എഴുതണം അല്ലെ? ഇപ്പൊ നമ്മളെ മലയാളത്തിനെ സംബന്ധിച്ച്, ഇംഗ്ലീഷിനെ സംബന്ധിച്ച് കുഴപ്പമില്ല, നിങ്ങൾ സ്പെല്ലിങ് പഠിക്കുകയാണ് വേണ്ടത് അല്ലെ? മലയാളത്തിനെ എനക്കില്ലേ, ഞാൻ എന്റെ വർക്കായില്ല, അന്നേരം മലയാളത്തിന്റെ ടെക്സ്റ്റ് എടുത്തിട്ടില്ല. പിന്നെ ടെസ്റ്റ് എടുക്കാതെയാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്? അപ്പൊ എന്ത് മനസ്സിലാവും? മക്കളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പൊ ടെക്സ്റ്റ് ഉണ്ടോ? നസയുടെ കയ്യിലല്ലാതെ ബാക്കിയുള്ളവരുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? ഒന്ന് പൊക്കി കാണിച്ചേ മിസ്സിനെ, നോക്കട്ടെ. കുറെ പേര് ഞാൻ ഇവിടുന്ന് തന്നെ കാണുന്നുണ്ട്. നോക്കട്ടെ, എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ടെക്സ്റ്റിലെടുത്ത് ഏത് സബ്ജക്റ്റിലും നിങ്ങളുടെ ഇന്ന് നഴ്സൊക്കെ കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യണം? നിങ്ങൾ പരമാവധി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് തന്നെ ഇരിക്കണം. എന്നാലല്ലേ നമ്മൾ ഏതാ വായിക്കുന്നത്, എങ്ങനെയാ അത് വായിക്കാൻ പറ്റുക അല്ലേ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ട് ടെക്സ്റ്റ്. അപ്പോ എന്താ മിസ് പറഞ്ഞു വന്നത്? നമ്മുടെ ഇംഗ്ലീഷിലാണെങ്കിൽ ഓക്കെ, സ്പെല്ലിങ് പഠിക്കുകയാണ് വേണ്ടത് അല്ലേ? മലയാളത്തിനെ സംബന്ധിച്ച് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ട് എഴുതുന്നതാണോ കൂടുതൽ നല്ലത്? ആണോ? എന്റെ അഭിപ്രായത്തിലല്ല. അല്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ബൈഹാർട്ട് ശരിക്കും എഴുതാൻ പഠിക്കാനുള്ളത് അക്ഷരങ്ങളാണ്. അത് ശരിയാണ്. നമുക്ക് എഴുതി നമ്മൾ തറവാക്കണം. അത് നമ്മൾ ബൈഹാർട്ട് പഠിക്കല്ല, ഇത് എഴുതി ആവുമ്പോൾ നമുക്കത് ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും അറിയുവാണെങ്കിൽ എന്താണ് ഡാനിയൽ പറഞ്ഞോളൂ. കുറച്ചു മുമ്പ് ഞാൻ junior.com-ന്റെ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്ത് എന്റെ അമ്മനെ എപ്പോഴും വിളിക്കുന്നുണ്ട് അവര്. എന്നിട്ട് നല്ല കഷ്ടമാണ്. അവര് എന്റെ അമ്മയെ എപ്പോഴും വിളിക്കുന്നുണ്ട്. അതാ. ആര് ഹോസ്പിറ്റലിൽ നിന്നാണോ? ചിലപ്പെങ്കിൽ എന്റെ വീട്ടിലും ചിലപ്പെങ്കിൽ ഹോസ്പിറ്റലിനോട്. അതെല്ലേ. അപ്പൊ മോൻ ഇനി ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്ത് പഠിക്കണം കേട്ടോ. അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ സ്വന്തം തന്നെ ഇനി എല്ലാം എഴുതി പഠിക്കുക അല്ലേ? നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയില്ലേ അല്ലേ? നമുക്ക് ഇനി കുറച്ചുകൂടി ഒന്ന് മെച്ചൂർഡ് ആവണ്ടേ അല്ലേ? വലിയ കുഞ്ഞുങ്ങളായില്ലേ നമ്മള്? ആയോ? ഇല്ലപ്പ, ചെറിയ കുട്ടികളാണ്. എന്നാലും അല്ലെ, പലരും ജോലിക്ക് പോകുന്ന അമ്മമാരായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, നിങ്ങൾ ചിഹ്നങ്ങളൊക്കെ എങ്ങനെയാ അറിയാം? അക്ഷരങ്ങൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ചിഹ്നങ്ങളും കൂടെ അറിയെങ്കിൽ ഒന്നും വിഷമവും എഴുതാൻ. നമ്മളത് ബൈഹാർട്ട് പഠിക്കാൻ പാടില്ല. ഒരു കാര്യം, ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മറന്നു പോകും പെട്ടെന്ന് അല്ലേ? നമ്മളിപ്പോ ഒരു വലിയ എസ്സയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പീച്ച് ഒക്കെ എഴുതിയത് ബൈഹാർട്ട് പഠിച്ചു ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ അങ്ങ് മറന്നു പോകും അല്ലേ? അതേപോലെയാണ്. എന്തിനാ ബൈഹാർട്ട് ചെയ്യുന്നേ? നമുക്ക് താറുവാവും നമ്മൾ പലതവണ എഴുതുമ്പോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഞാനില്ല ഡയറിയിൽ മലയാളത്തിൽ എഴുതിയിട്ട് മലയാളത്തിന്റെ ചിഹ്നെല്ലാം പഠിച്ച്. അതെയാ? അങ്ങനെ കുറെ തവണ നമ്മൾ എന്ത് ചെയ്യാ? ഇപ്പൊ ചിഹ്നങ്ങൾ പഠിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സൂത്രം എന്താണെന്നറിയോ? കാ വെച്ചിട്ട് നമ്മൾ ചിഹ്നങ്ങളൊക്കെ എഴുതും. ആദ്യം കാ, കി, കൂ, അങ്ങനെ മുഴുവനും എഴുതും. നെക്സ്റ്റ് നമ്മൾ ച എഴുതും, ടാ എഴുതുക, താ എഴുതുക, പാ എഴുതുക. അങ്ങനെ നമ്മളെ കോപ്പി ബുക്കിൽ 2 ലൈൻ ബുക്കിൽ ഇങ്ങനെ വരയ്ക്ക് നല്ല വൃത്തിയിൽ എഴുതുക. അങ്ങനെ എഴുതിയാവുമ്പോൾ നമുക്ക് എന്താവും? ഈ ചിഹ്നം വരുമ്പോ പറയുമ്പോ അല്ലെ എന്തായി? കിളിക്കൂട് എങ്ങനെ എഴുതാം? മനസ്സിൽ ഓർമ്മ വരും. എങ്ങനെ? കാക്ക് ഈ എന്ന ചിഹ്നം ഇടണം. അപ്പൊ എന്ത് ചെയ്യണം? വള്ളി ഇടും. നെക്സ്റ്റ് ലാ എഴുതി വീണ്ടും വള്ളി ഇടണം അല്ലെ? എന്നിട്ടോ കൂട്ടക്ഷരമായ ക എഴുതണം. പിന്നെന്ത് ചെയ്യണം? കിളിക്കൂട്. നമ്മളത് എന്ത് ചെയ്യണം? മനസ്സിൽ പറഞ്ഞു നോക്കണം. എന്താ എഴുതേണ്ടത്? കിളിക്കൂട്. ഒന്നുകൂടി മിസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ.
അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, ആ പറഞ്ഞ വാക്ക് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കുക അല്ലെ. അപ്പൊ കിളിക്കൂട് എന്നൊരു ഡിക്റ്റേഷനാ പറയുന്നെങ്കിൽ കിളിക്കൂട്. അപ്പൊ കിളിക്കൂട് അല്ലെ. എങ്ങനെ എഴുതാം, മനസ്സിൽ ഓർമ്മ വരും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതൊന്നും ഒരു വാക്ക് വൈകാട്ടാക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചിഹ്നങ്ങളും ബാക്കി വേണ്ടുന്ന അക്ഷരങ്ങളും നമ്മള് പഠിച്ചു വെക്കണം. അതാ വേണ്ടത്. അപ്പൊ ബാക്കിയുള്ള എന്ത് അക്ഷരങ്ങൾ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ 3, 4, 5 ഡിക്റ്റേഷൻ വേർഡ് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ, അതിലേ എഴുതാൻ പറ്റൂ. മലയാളത്തിനെ സംബന്ധിച്ചാണ് ചിഹ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ മറ്റുള്ളയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ പുതിയ പുതിയ വേർഡ്സ് പഠിക്കുകയാണെങ്കിൽ സ്പെല്ലിംഗ് തന്നെയല്ലേ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങള് നന്നായിട്ട് ചിഹ്നങ്ങൾ തറവാക്കുക. പിന്നെ ചില്ലക്ഷരങ്ങളും അറിയാം, കൂട്ടക്ഷരങ്ങളും അറിയാം, സ്വരാക്ഷരങ്ങളും അറിയാം, വ്യഞ്ജനാക്ഷരങ്ങളും അറിയാം. നിങ്ങൾക്ക് മലയാളം ഈസിയാവും. അതേപോലെയാണ് ഹിന്ദിയും. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, അതിലും വ്യഞ്ജനവും സ്വരവും ചിഹ്നവും ചില്ലും ഒക്കെ അറിയുമെങ്കിൽ നമുക്ക് എഴുതാനൊന്നുമില്ല. നമുക്ക് വലിയ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് മലയാളം ഭയങ്കര ടഫായിരിക്കും. എന്തുകൊണ്ടാണത്, നമ്മള് അതിനത്ര കെയർ കൊടുക്കും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ഈ ബാക്കിയുള്ള ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഈസിയാണ്. നമ്മളത് ഇത്രയും കാര്യങ്ങള് മനസ്സിൽ ഓർത്ത് വെച്ചാൽ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു പാഠത്തിന്റെ ഡിക്റ്റേഷൻ ഉണ്ടാവും. ഡിക്റ്റേഷനോ എക്സാമോ ഉണ്ടാവും. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഇടാഞ്ഞത്. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് ഏത് നമ്മുടെ ക്രിസ്മസ് സമ്മാനല്ലേ മക്കളെ, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാം. തന്നില്ലല്ലോ ഞാൻ, അത് രണ്ടും തരാം. അപ്പൊ മക്കളെ എഴുതിയതിന് ശേഷം പഠിക്കുക കേട്ടോ, പഠിച്ചു നോക്കുക. അതുപോലെ ഇതിന്റെ കുറച്ച് ഇങ്ങനെ അത്ഭുതം അങ്ങനെയൊക്കെ എഴുതാൻ പഠിക്കണം. അഭിമാനം, അലങ്കരിക്കുക, ഉത്സാഹം, മതിമറക്കുക, സങ്കടം എന്നൊക്കെ. അതെങ്ങനെയാണെന്നറിയോ, നിങ്ങൾ ഓർത്താൽ മതി ചിഹ്നങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. വലിയ വിഷമില്ല, കുറച്ച് അത്ഭുതം എന്നല്ല എഴുതുമ്പോ അത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് പരിചയമില്ലാത്ത പദങ്ങൾ വരുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഇന്ന് നമ്മൾ എടുത്ത മറ്റേ പാഠത്തിന്റെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറും വേർഡ് മീനിങ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ബാക്കിയുള്ള വാക്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇനി കിളിക്കൂട് എന്ന പദത്തിന്റെ നമുക്ക് നെക്സ്റ്റ് ദിവസം നമുക്കത് ബാക്കിയുള്ളത് ഇത് മാതൃക പോലെ വാക്കുകൾ മാറ്റി എഴുതുക എന്നാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ എന്താ വരുക, ഫസ്റ്റ് വൺ തീർപ്പാൻ. എന്താ തീർപ്പാൻ, തീർക്കാൻ തന്നിട്ടുണ്ട് എക്സാമ്പിൾ അല്ലെ. അപ്പൊ കളിപ്പാൻ എന്താ വരുക, കളിക്കാൻ അല്ലെ, കളിക്കാൻ എന്നാണ് വരിക. കുടിപ്പാൻ, കുടിക്കാൻ. തേടുന്നേ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഞാൻ തേടുന്നു. അപ്പൊ അടുത്തതോ പോകുന്നേ. പോകുന്നേനോ നേരം വെരി ഗുഡ്. നിൽക്കുന്നേ, ഞാൻ നിൽക്കുന്നു അല്ലെ. ഓക്കെ. കളിപ്പാൻ നമുക്കിപ്പത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടോ? ഓക്കെ. അപ്പൊ കളിപ്പാൻ അതാണ് നമുക്ക് എഴുതേണ്ടത്. രണ്ടാമത് തീർപ്പാൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ കളിപ്പാൻ അതല്ല, അത് കണ്ടത്. ഇതിലെന്താമ പറഞ്ഞ കളിപ്പാൻ കളിക്കാൻ. എഴുതിക്കോ. ഞാൻ ഫിനിഷ് ആക്കിയോ? വെരി ഗുഡ്. ഫാത്തിമ ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേടാ? കളിക്കാൻ എന്നാണ് നമുക്ക് എഴുതേണ്ടത്. എങ്ങനെ എഴുതേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് എഴുതിയ മക്കള്, ചിഹ്നങ്ങളൊക്കെ ഓർത്ത് എഴുതിയേ. കളിപ്പാനില് നമുക്ക് എന്ത് ചെയ്യണം, കളിക്കാൻ അടക്കാൻ വരണം അല്ലെ. ഒന്ന് എഴുതി നോക്കിയ മക്കൾ ഒറ്റയ്ക്ക് എങ്ങനെ എഴുതണമെന്ന്. ലാക്ക് വള്ളിയിട്ടു, എന്നിട്ട് അല്ലേ, കളിക്കാൻ ചില്ലക്ഷരം എഴുതി. ആരാ നസയാണ് ഇതിൽ വരക്കുന്നത്? മൊബൈലിലാണോ ഇത് പഠിക്കുന്നത്? അപ്പൊ കളിപ്പാൻ കളിക്കാൻ. അടുത്തത് കുടിപ്പാൻ, കുടിക്കാൻ.
കളഞ്ഞേ. കുടിക്കാൻ. ആ പോകുന്നേ എന്നുള്ളത് ഞാൻ പോകുന്നേ. ഞാൻ പോകുന്നു. ആരാ തെറ്റ് ചെയ്തത് എവിടെ? ഓ എന്തോ? എന്റെ അച്ഛൻ കമ്മയ്യ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏത് ആരാ പറയുന്നേ? അദീന. അദീന എവിടുന്ന് വരുന്നുണ്ടോ? എന്റെ അച്ഛൻ അങ്ങനെ വരുന്നുണ്ട്. ഗൾഫിലാണോ? ആഫ്രിക്ക. അതെ അല്ലേ? എന്നിട്ട് എന്തൊക്കെയാ കൊണ്ടുവരാ? നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? അതെ അല്ലേ? എന്തൊക്കെയാ സ്പെഷ്യൽ വീട്ടിലിന്ന്? അച്ഛൻ വരുന്നതിന്റെ ആഹ്ലാദത്തിലാണല്ലേ അദീന? അതാണ് വീഡിയോ ഒക്കെ ഓഫാക്കി ഇരുന്നതല്ലേ അദീന? ആഹാ, ഇന്ന് ഭയങ്കര ത്രില്ലിലായിരിക്കുമല്ലോ അല്ലേ? കുറെ കാലായി പോയിട്ട് അച്ഛൻ. 1 വർഷമായോ? അദീനക്കുട്ടി. മിസ്സേ, എന്റെ അങ്കിൾ ദുബായിലും പോയി. അതെയാ? കൂടെ എന്റെ ആന്റിയും ദുബായിലും പോയി. എപ്പായിരുന്നു പോയത്? കുറച്ച് നേരത്തിലാ. അതെല്ലേ? ഓക്കെ, മക്കൾ ഇത് എഴുതിയെടുക്കണേ, അതിൽ എഴുതി വെക്കണേ. ഇതാണ് മിസ്സേ പരീക്ഷ എന്താവട്ടെ? അല്ല, പരീക്ഷ നമ്മുടെ മറ്റേ പാഠം ക്രിസ്മസ് സമ്മാനം എന്ന പാഠമാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. അതിന്റെ ക്വസ്റ്റ്യൻസ് മിസ് സെൻഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരണം. ആയിക്കോട്ടെ. ഡിക്റ്റേഷൻ വേർഡ്സ് എല്ലാം ഇടാൻ ഉദ്ദേശിച്ച് ഞാൻ എക്സാം ആയിരുന്നു നോക്കാം. ഞാൻ എന്നാണ് ഡിക്റ്റേഷൻ. ഓക്കെ, കളിക്കാൻ, കുടിക്കാൻ, ഞാൻ പോകുന്നു, ഞാൻ നിൽക്കുന്നു, അത്രയാണ് നമുക്ക് എഴുതുന്നത്. ലാസ്റ്റ് 2 ഞാൻ പോകുന്നു, ഞാൻ നിൽക്കുന്നു. അടുത്ത തൊട്ട് മുകളിലുള്ളത് കളിക്കാൻ, കുടിക്കാൻ. ഓക്കെ, എല്ലാവരും എഴുതിയ മക്കളെ? എഴുതിക്കോ. അത്രയും നമുക്ക് ഇനി എഴുതുള്ളൂ. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും എഴുതുള്ളൂ. ഇതേ ഇനി എഴുതുള്ളൂ. 3ാമത്തെ ആക്ടിവിറ്റി മാത്രം. നമുക്ക് 4ാമത്തത് നെക്സ്റ്റ് ദിവസം എഴുതും. അപ്പൊ പാഠം മക്കള് നല്ലപോലെ വായിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യില്ലേ മക്കളെ? നിയാദ, സൽമാൻ നാസർ, അലൻ ജോസഫ്, അമാൻ മാധവ്, നീലാഞ്ജന കെവി, ജോവിൻ ജോമോൻ, ജോയൽ ജോമോൻ, സേറ മരിയ, ദേവാങ്ക് കെ, ദേവർഷ പി, റിച്ചാർഡ് സിജോ,